ഫാക്ടർ ആവുന്ന PV അൻവറിന്റെ വീട്ടിൽ ഇപ്പോൾ നടക്കുന്ന എന്താണെന്ന് അജിത്തുണ്ട് നമുക്കിപ്പം. അജിത്തെ പറഞ്ഞു നേരത്തെ അവിടെ ആഹ്ലാദ പ്രകടനമൊക്കെ ആരംഭിച്ചു എന്ന വിവരമൊക്കെ അജിത്ത് തന്നെ ഇപ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ വിവരം? വലിയ ആവേശത്തിലാണ് PV അൻവറിന്റെ ക്യാമ്പ്. ഇവിടെ നിറച്ചും ഔദായിലെ വീടിന് മുന്നിൽ ഒരു വലിയ TV വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കാണുന്നത്. PV അൻവർ മാത്രമല്ല, അദ്ദേഹം അകത്താണുള്ളത്, ബാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുകയാണ്. വലിയ ആവേശത്തിലാണ്. ഓരോ വോട്ട് അൻവറിന് കൂടുമ്പോഴും വലിയ കൈയടികളോടുകൂടിയാണ് ഇവർ സ്വീകരിക്കുന്നത്. അതാണ് എന്റെ അർത്ഥം. അൻവർ പിടിക്കുന്ന വോട്ട് അത് നിർണായകമാകും, ഈ തെരഞ്ഞെടുപ്പിന് നിർണ്ണയിക്കുന്നതാവണം എന്ന ആഗ്രഹം മാത്രമാണ്. വഴിക്കടവിലൊക്കെ ഇത്രയും ഒരു വോട്ട് പിടിക്കുമെന്ന് അൻവർ ക്യാമ്പിന് നേരത്തെ പ്രതീക്ഷയുണ്ടായിരുന്നോ? തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. 7000 വരെ 5000 മുതൽ 7000 വരെ വോട്ടുകൾ പിടിക്കുമെന്നുള്ളതാണ് അൻവർ ക്യാമ്പിന്റെ കണക്കുണ്ടായിരുന്നത്. പക്ഷേ അതിനനുകൂലമായി തന്നെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്ക് 46 ബൂത്തുകളാണ് വഴിക്കടവിൽ ആകെ ഉള്ളത്. ആ വഴിക്കടവിലാകെ അത് 2 മേഖലകളാണ്. മരുത വഴിക്കടവ് മേഖലയാണ്. അതിലിപ്പോൾ ഈ ഒന്നാമത്തെ റൗണ്ടിൽ എണ്ണിയിരിക്കുന്ന 10 എണ്ണം മരുത മേഖലയാണ്. അതോടൊപ്പം തന്നെ ഇനി 4 എണ്ണം ഈ വഴിക്കടവ് മേഖലയുമാണ്. ബാക്കി ബൂത്തുകളോട് എണ്ണിക്കഴിയുമ്പോൾ 7000 വോട്ടുകൾ ഇവിടുന്ന് ആകെ സമാഹരിക്കുമെന്ന് പറഞ്ഞ് ആ കണക്കിനോട് ചേർന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് അവിടെ വരുന്നത്. അതായത് അൻവർ ക്യാമ്പ് പറഞ്ഞ കണക്ക് ഷാർപ്പാണെന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടി വരും. പക്ഷേ ഇത് മുഴുവൻ എണ്ണിക്കഴിയുമ്പോൾ ഇത് പറയാൻ കഴിയുള്ളൂ. മാത്രമല്ല ഇതിൽ പ്രധാനമായുള്ള അൻവറിന് വളരെയധികം സ്വാധീനമുള്ള ചില മേഖലകളുണ്ട്. അവിടേക്ക് സ്റ്റേഷൻ കുന്ന്, പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇവർ ലീഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ വരക്കുളവും വള്ളിക്കാടും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ CPM സ്വാധീനമുള്ള മേഖലകളുണ്ട്. അവിടെ ഉൾപ്പെടെ വോട്ട് പിടിക്കുമെന്ന് കരുതുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മണിമൂടി എന്ന് പറയുന്ന ഒരുപാട് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മേഖലയുണ്ട്. 2 39 40 ബൂത്തുകളാണ്. ഇങ്ങനെ അൻവർ പറഞ്ഞത് 90% മുകളിൽ ക്രിസ്ത്യൻ വോട്ടുകളും തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ കൂടി അവിടുന്ന് കൂടി അത്തരത്തിൽ വോട്ടുകൾ ലഭിച്ചാൽ ഈ പറയുന്ന നമ്പറിലേക്ക്, അതായത് 7000 എന്ന് പറയുന്ന മാജിക്കൽ നമ്പറിലേക്ക് അൻവർ എത്തുമോ, അല്ലെങ്കിൽ അതിനടുത്ത് 5000-ലേക്കൊക്കെ എത്തുമോ, മൊത്തം ഈ വഴിക്കടവിലാകുവാനും എത്തുമോ എന്നുള്ളത് വളരെ പ്രതീക്ഷയോടെ നമ്മൾ നോക്കേണ്ടതാണ്. അൻവർ ഫാക്ടർ ഉണ്ട്. അൻവർ 2 പേരുടെയും വോട്ട് പിടിക്കുന്നുണ്ട്. അതിൽ 6 വോട്ടാണ് കൂടുതൽ പിടിക്കുക എന്നത്. ശരി അജിത്ത്, സനീഷ് ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ച കൃത്യം 1 മണിക്കൂറായിരിക്കുന്നു. 9 മണിയിലേക്ക് എത്തുന്നു. 8 മണിക്ക് ആരംഭിച്ച വോട്ടെണ്ണലാണ്. ഇപ്പോൾ 9 മണിയിലേക്ക് എത്തുമ്പോൾ 1239 എന്നുള്ളൊരു വോട്ട് ലീഡ് ഉയർത്തിയിരിക്കുകയാണ് അവിടെ ആര്യാടൻ ഷൗക്കത്ത്. ഇപ്പോൾ ഈ അജിത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് സനീഷ്. ഇപ്പോൾ ഇവർ പ്രതീക്ഷ പോലെ 5000 മുതൽ 7000 വരെയുള്ള വോട്ടാണ് വഴിക്കടവിൽ PV അൻവർ പ്രതീക്ഷിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഏറെക്കുറെയൊക്കെ ഈ 2866 വോട്ടൊക്കെ ലഭിക്കുകയാണെങ്കിൽ ഈ PV അൻവർ ഒരു ഇന്നലെ പറഞ്ഞതുപോലും 15,000 വോട്ട് പറയുന്നു. ഒരു 10,000 വോട്ടെങ്കിലും പിടിക്കാനൊരു സാധ്യത ഉണ്ടല്ലേ? നിശ്ചയമായിട്ടും അങ്ങനെ തന്നെ വേണം ഇപ്പോൾ ഈ ഘട്ടത്തിൽ കാണാനെന്നാണ് എനിക്ക് തോന്നുന്നത്. PV അൻവർ അങ്ങ് നിഷ്പ്രഭനായി പോയി എന്ന നിലയില്ല. PV അൻവർ ഫാക്ടർ ഉണ്ട് എന്ന് തന്നെ നമ്മൾ കാണണം. ഇതിപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ UDF പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. LDF-ന് ചില പ്രവർത്തനങ്ങളും അങ്ങനെ ഭയപ്പെടുന്നുണ്ടാകും. പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ LDF-ലേക്ക് കാര്യങ്ങൾ വന്നേക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നമുക്ക് നിശ്ചയമായിട്ടും ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാവുന്നൊരു കാര്യം, ഞാൻ പറഞ്ഞ അനിശ്ചിതാവസ്ഥ ആ ഘട്ടത്തിൽ തുടരുമ്പോഴും നിശ്ചയമായിട്ടും നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നൊരു കാര്യം, അൻവർ ഫാക്ടർ ഉണ്ട്. അൻവർ വോട്ട് സമാഹരിച്ചിട്ടുണ്ട്. അൻവർ ചെറിയ കളിയല്ല കളിച്ചിരിക്കുന്നത്. ഈ നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചതുപോലെ പല സ്വതന്ത്രന്മാരും പല കാര്യങ്ങളും ചെയ്യുമല്ലോ, പല സ്വതന്ത്രന്മാരും മത്സരിക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ വെറും ഒരു സ്വതന്ത്രനായിരുന്നില്ല നിലമ്പൂരിൽ അൻവർ എന്ന് വേണം ആദ്യ മണിക്കൂറിലെ ഈ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സേതുലക്ഷ്മി, അതായത് ഈ അൻവർ ഇത്രമാത്രം വോട്ട് പിടിച്ചിട്ടും, അൻവർ നിസ്സാരമായിട്ടുള്ള വോട്ടല്ല പിടിച്ചിട്ടുള്ളത് ഈ ഘട്ടത്തിൽ. അപ്പോൾ അൻവർ ഇത്രമാത്രം വോട്ട് പിടിച്ചിട്ടും ഈ വ്യത്യാസം മാത്രമേ LDF UDF സ്ഥാനാർത്ഥികൾ തമ്മിലുള്ളൂ എന്ന് നമ്മൾ കാണണം. അതായത് 7683 6443 1239. അതാ 1239 വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ അൻവർ ഇത്രയും വോട്ട് പിടിച്ചതിന് ശേഷം പോലും ഉള്ളൂ എന്ന് നമ്മൾ കാണണം. അത് നല്ല മത്സരമാണ് അവിടെ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.